السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണേ, പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഈ സന്തോഷത്തിന്റെ സുദിനമായ ഇന്നത്തെ ദിവസത്തിലും ഉത്ബോധിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഓരോരുത്തർക്കും തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള നമ്മുടെ ഫിത്ർ സക്കാത്തും അതുപോലെ തന്നെ ഈദ് നമസ്കാരവും ഉത്ബോധനവും മഹനീയമായ ഇബാദത്തുകളൊക്കെ നിർവഹിച്ച് ഒരിക്കൽ കൂടി ഇന്നത്തെ ദിവസം ജുമുഅക്ക് വേണ്ടി സംഗമിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ മനസ്സിനോട് വളരെ കൃത്യമായി പഠിപ്പിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ വലിയ തൗഫീഖ് കിട്ടിയ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, ഇബാദത്തുകളിലൂടെ അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായെങ്കിൽ അങ്ങനെ ആകുമാറാകട്ടെ. അത്യുന്നതമായ പദവികളിൽ എത്താനുള്ള അവകാശികളായി കഴിഞ്ഞു. അവമോചനം ലഭിക്കപ്പെട്ട ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ പെട്ടുകഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ആ ഉയരങ്ങളിൽ നിന്ന് താഴോട്ട് ചാടിക്കൂടാ. നമ്മുടേതായ പദവികൾ ഉയർത്തിത്തന്ന നാഥനോട് നന്ദിയുള്ളവരായി ആ ഉയരങ്ങളിൽ നിന്ന് നമ്മെ നാഥനിപ്പോൾ ഏതൊരു പദവിയിലേക്ക് ഉയർത്തിയിട്ടുണ്ടോ ആ ഉയർത്തപ്പെട്ട പദവിയിൽ നിന്ന് ഇനി താഴോട്ട് പോരാൻ സമ്മതിച്ചുകൂടാ. തീർച്ചയായും ആത്മസംസ്കരണം നേടിയവൻ വിജയിച്ചു എന്ന് അല്ലാഹു തആല പറയുന്നു. ഖദ് അഫ്ലഹ മൻ തസക്ക. തീർച്ചയായും വിജയിച്ചിരിക്കുന്നു ആര്? മൻ തസക്ക. ആത്മാവിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ആത്മശുദ്ധി, സംസ്കരണം നേടിയവർ വിജയിച്ചിരിക്കുന്നു. ذكر اسم ربه فصلى. എന്റെ നാഥന്റെ നാമത്തെ പറയുകയും വാഴ്ത്തുകയും അവന് വേണ്ടി നിസ്കാരം നിർവഹിക്കുകയും ഒക്കെ ചെയ്ത വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഗൗരവത്തോടെ എടുക്കേണ്ടത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ഇങ്ങനെയൊക്കെ ആയാലും നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു ദുനിയാവിനെയാണല്ലോ.
വൽആഖിറതു ഖൈറുൻ വഅബ്ഖാ, ആഖിറമാണ് ഏറ്റവും നല്ല ജീവിതവും, ആഖിറമാണ് എന്നെന്നും ബാക്കിയാകുന്നത്, ഇവിടുത്തത് കുറച്ചു കഴിഞ്ഞാൽ നശിക്കുന്നതാണെന്നൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതും തെരഞ്ഞെടുക്കുന്നതും വലിയ പ്രാധാന്യപൂർവ്വം നിങ്ങൾ അധ്വാനിക്കുന്നതൊക്കെ ദുനിയാവിന് വേണ്ടിയായി പോകുന്നുവല്ലോ. അത് വളരെ ഗൗരവത്തോടെ നമ്മുടെ മനസ്സിൽ കുറിച്ചിടണം. നമ്മുടെ മനസ്സിൽ അതൊരു വല്ലാത്ത ചിന്തയായി സഹോദരങ്ങളെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിലനിൽക്കണം. കാരണം നമ്മുടെ കൂടെ ഫിത്നകളിലേക്ക് നമ്മെ അകപ്പെടുത്തുവാൻ വേണ്ടി ശൈത്താൻ കൂടെ നടക്കുകയാണ്. ആരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, തഅവ്വദൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണേ, മിനൽ ഫിതനി, ഫിത്നകളിൽ നിന്ന് കാവൽ ചോദിക്കണം. മാ ലഹറ മിൻഹാ വമാ ബതൻ, ആ ഫിത്നകളിൽ പ്രകടമായതുമുണ്ട്, ഒളിഞ്ഞു കിടക്കുന്ന ഫിത്നകളും ഉണ്ട്. രണ്ട് നിലക്കുള്ള ഫിത്നകളുണ്ട്. ഒന്ന് ബാഹ്യമായ ഫിത്നകൾ, മറ്റൊന്ന് ആന്തരികമായ ഫിത്നകൾ. രണ്ട് ഫിത്നകളിൽ നിന്നും നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ലോക മുസ്ലിമീങ്ങൾ അവരുടെ 5 നേരത്തെ നിസ്കാരത്തിനിടയിലും അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൻ നാർ എന്ന് പറഞ്ഞതിന്റെ ശേഷം മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും രംഗങ്ങളിലുള്ള പരീക്ഷണങ്ങളെ, ഫിത്നകളിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മൃഗങ്ങൾ കൃത്യമായി തന്നെ തുറന്ന് പ്രാർത്ഥിച്ചത് കാണാം, അഊദു ബിക മിനൽ ഫിതനി മാ ലഹറ മിൻഹാ വമാ ബതൻ, വെളിവായതും ഒളിഞ്ഞിരിക്കുന്നതുമായ എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. കാരണം ഞാനോ നിങ്ങളോ ഒരു ഫിത്നയിൽ അകപ്പെടുക എന്നുള്ളത് നമ്മൾ മരിക്കുന്നതിനേക്കാൾ ഭയാനകമാണ്, നമ്മളെ ഒരാൾ കൊല്ലുന്നതിനേക്കാൾ ഭയാനകമാണ്. الفتنة أشد من القتل والفتنة أكبر من القتل, രണ്ടും ഖുർആൻ പ്രയോഗിച്ച പ്രയോഗങ്ങളാണ്. വധത്തേക്കാൾ കഠിനമത്രേ ഫിത്നയിൽ അകപ്പെടൽ, അതിനേക്കാൾ വലുതത്രേ ഫിത്നയിൽ അകപ്പെടൽ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. എന്താണ് സഹോദരങ്ങളെ ഇങ്ങനെ ഫിത്നയിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ? 3 തരത്തിലുള്ള ഫിത്നകൾ ലോകത്തുണ്ടാകും. ഒന്ന്, പണ്ഡിതന്മാര് പറഞ്ഞു, ഒന്ന് ഫിത്നു ശഹവാത്ത്, ദേഹേച്ഛകളുടെ ഫിത്നയിൽ നമ്മൾ അകപ്പെട്ടു പോവുക. ഞാനും നിങ്ങളും നേടിയെടുത്ത തഖ്വയുടേതായ ആ രംഗങ്ങളൊക്കെ കളഞ്ഞു കുടിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന 3 ഫിത്നകൾ, അതിലൊരു ഫിത്നയാണ് ഫിത്നത്തു ശഹവാത്ത്. ശഹവത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശകളുടെ ഫിത്നയിൽ, കെണിയിൽ നമ്മളാണ് വീഴുക. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകും. അതെന്തൊക്കെ ഫിത്നകളുണ്ടെന്ന് ഖുർആൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാ والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. സൂറത്ത് ആല ഇമ്രാൻ 3-ാമത്തെ അധ്യായമായ ആല ഇമ്രാൻ നമ്മൾ പഠിപ്പിക്കണം. മനുഷ്യന് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു ഹുബ്ബു ശഹവാത്ത്, ആഗ്രഹങ്ങളോടുള്ള പ്രേമം, ശഹവത്തുകളോടുള്ള മനുഷ്യന്റെ അടക്കാനാവാത്ത അഭിനിവേശം അവനെ വല്ലാതെ ഭംഗിയായിട്ട് അവന് തോന്നും എല്ലാ ഘട്ടത്തിലും. എന്നിട്ട് ഏതൊക്കെയാണ് ആ ശഹവത്തിന്റെ ഫിത്നയിൽ അകപ്പെടുന്നതിന്റെ ചില പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു, അതിലെല്ലാം ഉൾക്കൊണ്ടു. ഒന്ന്, ആദ്യം പറഞ്ഞത് തന്നെ മിനൻ നിസാ, സ്ത്രീകളാണ്. ഏത് ദീനുള്ളവനും പലപ്പോഴും പതറി വീഴുന്നത് ഒരു പെണ്ണുമായി സംബന്ധമായ കാര്യങ്ങളിൽ അവൻ കാലിടറി വീഴും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാണ്. ഫിത്നകൾ, ഫിത്നയുടെ 1-ാമത്തെ ഫിത്ന പറഞ്ഞത് സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ ഫിത്നയിൽ അകപ്പെട്ടേക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ ഏറെ സൂക്ഷിച്ചോളണം, ലോകത്തുണ്ടാകുന്ന വമ്പിച്ച ഫിത്നയിൽപ്പെട്ട ഫിത്നയാണ് സ്ത്രീ വിഷയത്തിലുണ്ടാകുന്ന ഫിത്നകൾ.
പിന്നെ അവിടുന്ന് കായവൽ ബനീന വൽ ഖനാതീറിൽ മുഖന്തറത്തി. നമ്മൾക്ക് സാധാരണ മലയാളത്തിൽ നമ്മൾ പറയാറുള്ള ഒരു ചൊല്ലുണ്ട്, കനകം മൂലം കാമിനി മൂലം എന്ന്. ആദ്യം പറഞ്ഞു കാമിനിയെയാണ് ഇസ്ലാം പറയുന്നത്, പെണ്ണ്. രണ്ടാമത്തത് കനകം, വൽ ബനീൻ വൽ ഖനാതീറിൽ മുഖന്തറ മിനൽ ദഹബി വൽ ഫിദ്ദ. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ധനം, നമ്മുടെ സമ്പത്തിൽ ഓർക്കുമ്പോൾ റമദാനിൽ നോമ്പെടുത്തൊക്കെയാണ് മറക്കുന്നത്. ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട തന്റേതായ ചില വികാരങ്ങളും ആശകളും ആഗ്രഹങ്ങളും ഒക്കെയാണ് ഉണരുമ്പോ നോമ്പെടുത്തതും നിസ്കരിച്ചതും ഒക്കെ മറക്കും. ധനം ഇപ്പൊ കിട്ടുന്ന 4 കാശുണ്ടാക്കുന്ന നേരാണ്. ഇവിടെ ഇപ്പൊ ഹറാമും ഹലാലും ഹക്കും ബാത്തിലൊക്കെ നോക്കിയിരുന്ന ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ശൈത്താൻ ഇങ്ങനെ പ്രലോഭിപ്പിക്കുമ്പോ എന്തിനാണോ നീ നോമ്പെടുത്തത് എന്ന ചോദ്യത്തിനൊന്നും അവിടെ പിന്നെ പ്രസക്തിയില്ല. നോമ്പിൽ അവസ്ഥ റമദാൻ ഇനി വരുന്നതാണ്, അത് ഇനിയും വരും റമദാൻ. അങ്ങനെ മനുഷ്യന് ഫിത്നയിൽ അകപ്പെടുത്തുന്നവന്റെ ശഹ്വത്തിന്റെ ഫിത്ന, കനകം മൂലം കാമിനി മൂലം. അതുപോലെ തന്നെ അവന്റെ സന്താനങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാനീ അധ്വാനിക്കുന്നത്. അവിടെ ഇപ്പൊ ഹക്കും ബാത്തിലും നോക്കിയാൽ നടക്കൂല. എന്തിനാ നോമ്പെടുത്തത്? എന്തിനാണ് ഹറാമല്ലാത്ത വസ്തുക്കളെ പോലും ഈ പകലിൽ ഒഴിവാക്കിയത്? നമ്മൾ ചിന്തിക്കണം. ഞാനും നിങ്ങളും ചിന്തിക്കാനാ പറയുന്നത്. നമുക്ക് പച്ച വെള്ളം കുടിക്കൽ ഹലാലല്ലേ? ഭക്ഷണം കഴിക്കൽ ഹലാലല്ലേ? നാം നിക്കാഹ് കഴിച്ചിട്ടുള്ള നമ്മുടെ ഇണയുമായി ലൈംഗിക ബന്ധം ഏർപ്പെടൽ നമുക്ക് ഹലാലല്ലേ? പിന്നെ എന്തുകൊണ്ട് വിശുദ്ധ റമദാനായപ്പോ അതിന്റെ പ്രഭാതം മുതൽ അതിന്റെ അസ്തമനം വരെ നമ്മൾ പച്ചവെള്ളം പോലും കുടിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല? തന്റെ ഇണ അടുത്തുണ്ടായിട്ടും ആ നിലക്കുള്ള വൈകാരികമായ ചിന്തകളിലേക്ക് മനസ്സിനെ നമ്മൾ ഒരിക്കലും കയറൂരിട്ടില്ല. എന്തുകൊണ്ട്? എന്റെ നാഥൻ പറഞ്ഞാൽ ഹലാലുകൾ പോലും എനിക്ക് ഹറാമാണ്. മനസ്സിലാക്കണം. ഞാനും നിങ്ങൾ ഒരു മാസക്കാലം എടുത്ത ഒരു പരിശീലനായിരുന്നു. എന്റെ റബ്ബ് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഹലാലായ പച്ചവെള്ളം പോലും എനിക്ക് മണിക്കൂറുകളോളം ഹറാമാണ്. എന്റെ ഇണ എനിക്ക് ഹറാമാണ്, എനിക്ക് ഭക്ഷണം ഹറാമാണ്. എന്താ അതിനോട് നമ്മെ പഠിപ്പിച്ചത്? എന്റെ നാഥൻ പറഞ്ഞാൽ ഞാൻ എന്തും അനുസരിക്കും. എങ്കിൽ പിന്നെ അല്ലാഹ് ഹറാമാക്കിയ ഒരു കാര്യം പിന്നെ ഈ ബാക്കിയുള്ള മാസങ്ങളിൽ നിർബാധം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ നോമ്പെടുത്തത്? എന്തിനാണ് നമ്മൾ നിസ്കരിച്ചത്? എന്തിനാണ് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുത്തത്? എന്തിനാ നമ്മൾ നിർബന്ധ ദാനം കൊടുക്കുന്നത്? എന്തിനാ പരിശുദ്ധ ഖുർആൻ ഓതിയത്? എന്തിനാ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആരാരും കാണാതെ നിശയുടെ നിശബ്ദതയിൽ ഒറ്റക്കൊരു ഭാഗത്തിരുന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞ് നമ്മൾ ശുദ്ധിയായത് എന്തിന്? അതെ, ആ തിരിഞ്ഞു നടക്കുമ്പോൾ ഐഹിക ജീവിതത്തിന് വേണ്ടി ഇതൊക്കെ നമ്മൾ മറക്കാൻ പോവുക. ഈ ഫിത്നയെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ദീൻ നിങ്ങൾ അങ്ങോട്ട് വിട്ടിട്ട് നിങ്ങൾ ദുനിയാവെന്ന് തെരഞ്ഞെടുക്കും. ആ ഘട്ടത്തിലുള്ള ഫിത്നയെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യുസ്ബിഹു റജുലു മുഅ്മിനാ വയുംസി കാഫിറാ. ആ ഫിത്നയിൽ അകപ്പെടുന്ന അവസരത്തിൽ മനുഷ്യൻ രാവിലെ മുഅ്മിനായിരിക്കും, വൈകുന്നേരമായപ്പോഴേക്ക് അവൻ കാഫിറായി പോയി. അല്ലെങ്കിൽ വൈകുന്നേരം അവൻ മുഅ്മിനായിരുന്നു, നേരം പുലർന്ന് നോക്കുമ്പോഴേക്ക് അവൻ കാഫിറായി പോയിട്ടുണ്ട്. ഐഹികമായ ഭൗതികമായ ലോകത്തിന്റെ തുച്ഛമായ വിഭവങ്ങൾക്ക് വേണ്ടി ദീനിനെ അവൻ വിറ്റ് നശിപ്പിച്ചു കളഞ്ഞു. നമ്മൾ ആലോചിക്കണേ, നന്നായി ആലോചിക്കണേ, നല്ലോണം ചിന്തിക്കണം. ഈ നേടിയതൊക്കെ നമ്മളാണ് മറക്കുക, മുഴുവൻ മറക്കും. മറപ്പിക്കും ശൈത്താൻ. കൂടെയുള്ള നമ്മുടെ ശത്രു നമ്മെ മറപ്പിക്കും. അതുകൊണ്ട് കരുതിയിരുന്നുകൊണ്ടുള്ള ശഹ്വത്തിന്റെ ഫിത്നകൾക്ക് വേണ്ടി അതിൽപ്പെട്ട് അല്ലാഹുവിന്റെ ദീനിനെ നമ്മൾ നിൽക്കരുത്. എന്റെ സാമ്പത്തിക രംഗം, എന്റെ കുടുംബരംഗം, എന്റെ മക്കൾക്ക് വേണ്ടിയുള്ള രംഗം, എന്റെ ഇണയോടൊപ്പമുള്ള ജീവിതം, അതുപോലെ തന്നെ എന്റേതായ എല്ലാ കാര്യങ്ങളും, അതിനാണ് ഞാൻ മുൻഗണന നടന്നത്. അതിനുവേണ്ടി മാത്രം ഞാൻ ഓടിപ്പാഞ്ഞ് എന്റെ ദീനിനെ നിൽക്കുന്ന ദുരന്തത്തിൽ അകപ്പെടുന്നതിനേക്കാൾ കഠിനമായ ഒരു ഫിത്ന വേറെ വരാനില്ല. അഞ്ചാമത്തെ ഫിത്ന ഞാൻ ചുരുക്കി പറയാണ്, ഫിത്ന ശുബ്ഹാത്ത്. ഒന്നാമത്തെ പറഞ്ഞത് മറക്കരുത്, ഫിത്ന ശഹവാത്ത്.
രണ്ടാമത്തത് പറഞ്ഞത് അതീവ ഗുരുതരമാണ് ഫിത്ന ശുബ്ഹാത്ത്. എന്താണ് ശുബ്ഹത്തിന്റെ ഫിത്നയിൽ നമ്മൾ വീഴാന്ന് പറഞ്ഞാൽ? ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ സംശയങ്ങൾ ഉണ്ടാവുക, ആദർശ രംഗത്ത് കാലിടറി വീഴുക, അള്ളാഹുവിനുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളും ആദർശങ്ങളും കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നതാ പതറി വീണു പോകുന്നു, രാജിവെച്ച് പുറത്തു പോകുന്നു, അവൻ തൗഹീദിൽ നിന്ന് മാറിപ്പോകുന്നു, ശിർക്കിലേക്ക് നീങ്ങുന്നു, വിദാത്തുകളിലേക്ക് നീങ്ങുന്നു, എല്ലാ രൂപത്തിലുള്ള വിശ്വാസ വ്യതിയാനങ്ങളിലേക്കും അവൻ നീങ്ങുന്നു, ഹദീസുകളെ അവൻ തള്ളിക്കളയുന്നു, നിഷേധിക്കുന്നു, പുച്ഛിക്കുന്നു, ഇസ്ലാമികമായ ചിഹ്നങ്ങളെപ്പോലും അവൻ പരിഹസിക്കുന്നു. എന്താ കാരണം? അവന്റെ ദീനിൽ അവൻ വല്ലാത്ത ഫിത്നയിലാണ് അകപ്പെട്ടുപോയത്. മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഫിത്നയാണ് അവന്റെ ദീനിൽ ഫിത്നയിൽ ബാധിക്കുക. ദീനീ രംഗത്ത് ശുബ്ഹാത്തുകൾ ഉണ്ടാക്കുവാനാണ് പിഴച്ച കക്ഷികളും വിജയത്തിന്റെ കക്ഷികളും മുഴുവൻ ലോകത്ത് എല്ലാ തരത്തിലുള്ള അവരുടെ അധ്വാനങ്ങളും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മെ വിശ്വാസ രംഗത്തും ആചാരരംഗത്തും പിഴപ്പിക്കാൻ, ആ രൂപത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ചമയ്ക്കാൻ, ഇല്ലാത്ത ആരോപണങ്ങൾ പറയാൻ, അങ്ങനെ ശുബ്ഹത്തുകൾ സമൂഹത്തിൽ ഇങ്ങനെ സംശയത്തിന്റെ രോഗങ്ങൾ ഉണ്ടാക്കിയിട്ട് യഥാർത്ഥമായ ഈമാനിൽ നിന്ന് വ്യതിചലിപ്പിച്ച് മറ്റൊരു റൂട്ടിലേക്ക് അവനെ കൊണ്ടുപോയി ഹക്കും ബാത്തിലും എന്താണെന്നറിയാതെ ഹക്കും ബാത്തിലും കൂടിക്കുഴയുന്ന ഒരവസ്ഥയിൽ മനുഷ്യനിങ്ങനെ പരിഭ്രാന്തനായി എന്ത് ചെയ്യുമെന്നറിയാതെ വെപ്പാളപ്പെട്ട് എന്തിനും സംശയാലുവായിക്കൊണ്ട് ഒന്നിനും ഒരു ഉറപ്പില്ലാതെ ഇങ്ങനെ ആടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക്, ആ ഫിത്നയിലേക്ക്, അധപ്പതനത്തിലേക്ക് മനുഷ്യൻ തള്ളപ്പെടുന്ന ദുരന്തം. അതോടുകൂടെ അവന്റെ എല്ലാം പോയി. ഏത് ഫിത്നയേക്കാളും വലിയ ഫിത്നയാണ് ദീനിൽ കുഴപ്പത്തിലാവുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റമദാനിൽ നമ്മൾ പ്രാർത്ഥിച്ചു, ഇനിയും പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ലാ തജഅലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ, ദുനിയാവിനെ ഞങ്ങളുടെ ഏറ്റവും വലിയ ചിന്തയാക്കി മാറ്റരുതേ. അതേപോലെ തന്നെ പറഞ്ഞു വലാ തജഅൽ മുസീബത്തനാ ഫീ ദീനിനാ, ഞങ്ങൾക്കുണ്ടാകുന്ന മുസീബത്ത് ഞങ്ങളുടെ ദീനിൽ ബാധിക്കരുത് റബ്ബേ. എന്ത് മുസീബത്തും സഹിക്കാം, ഏത് മുസീബത്തിലും നമുക്ക് പ്രതിഫലം കിട്ടും. രോഗമെന്ന മുസീബത്ത്, ദാരിദ്ര്യമെന്ന മുസീബത്ത്, പരീക്ഷണങ്ങളെന്ന മുസീബത്തൊക്കെ ഉണ്ടായാലും നമ്മൾ സഹിക്കുകയും ക്ഷമിക്കുകയും റബ്ബിന്റെ ഖദാഇ ഖദറിൽ തൃപ്തിപ്പെടുകയും ചെയ്താൽ അതൊക്കെ പുണ്യകരമാക്കി മാറ്റാം. പക്ഷേ നമ്മുടെ ദീനിൽ മുസീബത്ത് ബാധിച്ച്, ദീന് നഷ്ടപ്പെട്ട്, ദീനിന്റെ എല്ലാ കാര്യങ്ങളോടും നമുക്ക് അവഹേളനവും പുച്ഛവുമാകുന്ന ഒരു ദുരന്തത്തിലേക്ക് നമ്മൾ അകപ്പതിച്ച് വീണുപോയാൽ പിന്നെ രക്ഷയില്ല. അതുകൊണ്ട് അല്ലാഹുവോടെന്ന് തേടണം, വലാ തജഅൽ മുസീബത്തനാ ഫീ ദീനിനാ, ഞങ്ങളുടെ ദീനിൽ മുസീബത്ത് വരുതേ. ദീനിൽ മുസീബത്തുണ്ട്. ആദർശം വളരെ റബ്ബ് എപ്പോഴും നമ്പർ 1 അന്ന് ഓക്കെ ആയിരിക്കണം. ഇതിന്റെ തൗഫീഖ് വേണം. അപ്പൊ ശുബ്ഹത്തിന്റെ ഫിത്ന, മറ്റൊരു ഫിത്നയിൽ ലോകവ്യാപകമായി നടക്കുന്ന ഒരുപാട് മറ്റുള്ള ഫിത്നകൾ ഉണ്ടാകും. രാജ്യദ്രോഹപരമായ കുറ്റങ്ങൾ, ഭരണകൂടത്തിനെതിരെയുള്ള വിപ്ലവങ്ങൾ, അതുപോലെ തന്നെ ഒരു രാജ്യത്ത് അന്യായമായി രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ കലാപങ്ങൾ ഉണ്ടാക്കാനും സ്വൈരത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ സ്വസ്ഥതയും സ്വൈരവും നശിപ്പിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി കൊണ്ട് കലാപത്തിന്റെ കൊടികൾ ഉയർത്തി കൊള്ളിവെപ്പും കൊള്ളയും രക്തച്ചൊരിച്ചിലുകളും ആ രൂപത്തിലുള്ള ഒട്ടേറെ മോശപ്പെട്ട ഭീകരമായ പ്രവർത്തനങ്ങളും നടത്തുന്ന ഫിത്നകൾ ലോകത്ത് വ്യാപിക്കും. ആ കാലഘട്ടത്തിലും ഇസ്ലാം പറഞ്ഞു, ഇഖ്റഅൽ കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് നാം ഓതിക്കൊണ്ടിരിക്കണം. വഅമൽ ബിമാ ഫീഹി, അതിനുള്ളതനുസരിച്ച് നീ പ്രവർത്തിക്കണം. അല്ലാഹുവിന്റെ കിതാബിന്റെ വ്യാഖ്യാനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ഈ എല്ലാ ഫിത്നകളുടെയും ഘട്ടങ്ങളിൽ പരിശുദ്ധമായ തെറ്റുപറ്റാത്ത കുറ്റമറ്റ പ്രമാണങ്ങളായ ഖുർആനിലൂടെ നബിവചനങ്ങളിലൂടെ യഥാർത്ഥമായി അതിനെ മനസ്സിലാക്കിയ മുൻ തലമുറയുടെ വിശ്വാസാചാര ആ നിലക്കുള്ള രീതിശാസ്ത്രത്തിലൂടെ കൃത്യമായി മനസ്സിലാക്കി അല്ലാഹുവിനോട് നിരന്തരമായി അഊദു ബിക മിനൽ ഫിത്നി മാ ളഹറ മിൻഹാ വമാ ബത്തൻ എന്ന് ആവർത്തിച്ച് തേടിക്കൊണ്ടും വളരെ കരുതലോടെ മുന്നോട്ട് പോകണേ എന്നാണ് എനിക്ക് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്താനുള്ളത്. എല്ലാ ഫിത്നകളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه الفائزين برضا الله.
അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഫിത്നകൾ പൊട്ടിപ്പുറപ്പെടുന്ന കാലത്ത് ആ ഫിത്നകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഏതെങ്കിലും വിധത്തിൽ ശ്രമിക്കുന്നവർക്കൊക്കെ രക്ഷയുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നേരത്തെ വിശദീകരിച്ച 3 വിഭാഗത്തിലുള്ള ഫിത്നകളിലും അകപ്പെടാതെ രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം അല്ലാഹുവിനോട് മനമുരുകിക്കൊണ്ടുള്ള തേട്ടം തന്നെയാണ്. റബ്ബിനോട് നിരന്തരമായി തേടിക്കൊണ്ടിരിക്കുക. അല്ലാഹുവേ, ഒരു ഫിത്നയിലും പെട്ടുപോകരുത്. ആദ്യം പറഞ്ഞ ശഹ്വത്തിന്റെ ഫിത്നയാണെങ്കിലും, രണ്ടാമത് പറഞ്ഞ ശുബ്ഹത്തിന്റെ ഫിത്നയാണെങ്കിലും, മൂന്നാമത് പറഞ്ഞ രാജ്യവ്യാപകമായി ഇസ്ലാം വിരുദ്ധ ശക്തികൾ ഇസ്ലാമിന്റെ പേരിൽ ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഏറ്റവും വലിയ ഭീകരവാദത്തിന്റെ ഫിത്നയാണെങ്കിലും ഒരു ഫിത്നയിലും അകപ്പെടാതെ റബ്ബേ നീ എന്നെ രക്ഷിക്കണേ എന്ന് മനമുരുകിക്കൊണ്ട് നമ്മൾ തേടണം. ആ തേട്ടമാണ് നമ്മൾ ആദ്യം നടത്തേണ്ടത്. രണ്ടാമതായി ഈ ഫിത്നകളിൽ നിന്നെല്ലാം പുറത്തു കിടക്കാനുള്ള ആയുധം നമുക്ക് അൽ ഇൽമു ശർഈ മിനൽ കിതാബി വസ്സുന്നഹ്, കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ശർഈയായ അറിവ് നമ്മൾ ആർജിക്കലാണ്. കേട്ടുകേൾവികളല്ല, ഊഹാപോഹങ്ങളല്ല, ആരെങ്കിലും പരക്കുന്ന ദുഷ്പ്രചരണങ്ങളല്ല, ആരെങ്കിലും എഴുതുവിടുന്ന ഒളിയമ്പുകളല്ല, ആരെങ്കിലും വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ പ്രചരിപ്പിക്കുന്ന ഏതെങ്കിലും നിലക്കുള്ള മെസ്സേജുകളല്ല. ഇസ്ലാം അൽ ഇൽമു ശർഈ, ശർഈയായ അറിവ്, അത് അതിന്റേതായ സ്രോതസ്സുകളിൽ നിന്ന് നേടിയെടുക്കലാണ് ഫിത്നയിൽ അകപ്പെടാതിരിക്കാനുള്ള മാർഗം. ഒന്നാമത്തത് ഇബാദത്തുകൾ അധികരിപ്പിക്കുക. ഇബാദത്തുകൾ കൊണ്ട് ഫിത്നകളെ നേരിടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇബാദത്ത് ഫിത്ന വർദ്ധിക്കുമ്പോൾ ഇബാദത്ത് വർദ്ധിപ്പിക്കുക. ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ ഒരു വചനം? പ്രഭാതത്തിൽ മോമിൻ, വൈകുന്നേരം കാഫിർ, വൈകുന്നേരം മോമിൻ, പ്രഭാതത്തിൽ കാഫിർ. ആ ഫിത്ന വരുന്ന കാര്യത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയ ഹദീസിന്റെ തുടക്കം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്താ അവിടുന്ന് പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞ ആശയത്തിന്റെ ബാക്കി ഭാഗമാണ് നിങ്ങൾ കേട്ടത്. എന്നാൽ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് ഇതിന് പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാദിറൂ ബിൽ അഅ്മാലി ഫിത്ന, ബാദിറൂ ബിൽ അഅ്മാൽ, അമലുകൾ ധാരാളം ചെയ്തുകൊണ്ട് ധൃതിപ്പെടൂ, നിങ്ങളുടെ അമലുകൾ കൊണ്ട് ഫിത്നകളെ പ്രതിരോധിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. 5 നേരത്തെ നിസ്കാരം, അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ, സ്വതക്കകൾ, സകാത്തുകൾ, അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ, ഓരോ കാര്യത്തിനും ദിക്റുകൾ, തസ്ബീഹുകൾ, ദുആകൾ, അങ്ങനെ ഇസ്ലാമികമായി താൻ ചെയ്യേണ്ടുന്ന ഓരോ കടമകളും, മാതാപിതാക്കളോടുള്ള സ്നേഹം, ഏതൊക്കെ രൂപത്തിലുള്ള കടമകളും കടപ്പാടുകളും ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ, കുടുംബ ബന്ധങ്ങൾ ചേർക്കൽ, വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം ധാരാളം അധികരിപ്പിക്കൽ, ഇങ്ങനെ നന്മകൾ ധാരാളം ചെയ്യുമ്പോ നമുക്ക് ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. പ്രത്യേകിച്ച് ചിന്തയോടെ ഖുർആൻ ഓതുന്നു. കാരണം ഞാൻ ഈ ശുബ്ഹത്തിന്റെ ഫിത്നയിൽ അകപ്പെട്ടാൽ, ഞാൻ ഈ ശഹ്വത്തിന്റെ ഫിത്നയിൽ അകപ്പെട്ടാൽ, ഞാൻ ഈ കലാപകാരികളുടെ ഫിത്നയിൽ അകപ്പെട്ടാൽ എനിക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള നരകം അത് ഓർക്കുന്ന, അതിനെ ഓർമ്മിപ്പിക്കുന്ന വചനങ്ങൾ ഇങ്ങനെ വരുമ്പോ നമുക്ക് ആ ഫിത്നകളിലേക്ക് അടുക്കാൻ കഴിയില്ല. അതിൽ നിന്നൊക്കെ വിട്ടുനിന്നാൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയമായ ആനന്ദങ്ങളുടെ, അതിൻ്റെതായ അതിരില്ലാത്ത ആനന്ദങ്ങളുടെ ആ ലോകത്തെക്കുറിച്ച് നമ്മൾ ഖുർആനിലൂടെ വായിച്ച് പഠിക്കുമ്പോ ആ ഫിത്നകളോട് പിന്നെ നമുക്ക് അടുക്കാനാവില്ല. അതുകൊണ്ട് പരിഹാരം അതയും അമലുകൾ വർദ്ധിപ്പിക്കുക, വിശുദ്ധ ഖുർആൻ ചിന്താപൂർവം വായിക്കുക. റമളാൻ കഴിഞ്ഞു അടച്ചു വെക്കേണ്ട ഗ്രന്ഥമല്ല. ഒരു ദിവസം ഒരായത്തിന്റെയെങ്കിലും ആശയം പഠിക്കും ഞാനെന്ന ദൃഢപ്രതിജ്ഞ മുസ്ലിമീങ്ങളെ നമുക്കുണ്ടാകണം. നമ്മുടെ ഗ്രന്ഥത്തോടുള്ള സ്നേഹവും ഊറും കാപ്പാടുമാണ്. ആ ആയത്തിന്റെ അർത്ഥം പഠിക്കുന്നതിലൂടെ ഒരു പക്ഷേ അന്നത്തെ ദിവസത്തെ നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരമായിരിക്കും ഒരു വേള ആ വചനം. ഇൻജാമികളെ ഖുർആൻ ഓതിയിട്ട് ആശ്വാസം കണ്ടെത്തിയിരുന്നു. വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് ഖുർആൻ ഓതിയേക്കാണ് പ്രതിസന്ധിയൊക്കെ പോകുന്നത്. എങ്ങനെയത്?
ഒരുപക്ഷെ നമ്മുടെ എന്തെങ്കിലും മനസ്സിന്റെ വിഷമങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടാവും. ആ സമയത്തായിരിക്കും നമ്മളൊരായത്തോടുന്നത്. അതിന്റെ അർത്ഥം പഠിച്ചു നോക്കുമ്പോ ഇത് എനിക്ക് സമാധാനമായിട്ട് എന്നെക്കുറിച്ചാണല്ലോ റബ്ബ് പറയുന്നത്. വല്ലാത്തൊരാശ്വാസമായി. അള്ളാഹു നമുക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ തേടുന്നത്. അള്ളാഹുവേ, എന്റെ ഹൃദയത്തിന്റെ വസന്തമായി ഖുർആനിനെ നീ നിശ്ചയിക്കണേ. അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖൽബി, എന്റെ ഹൃദയത്തിന്റെ വസന്തം. എന്റെ സങ്കടങ്ങളെ നീക്കിക്കളയുന്ന ഗ്രന്ഥം. എന്റെ മനോവേദനകളെ പോക്കിക്കളയുന്ന ഗ്രന്ഥം. എങ്ങനെയാ സുഹൃത്തുക്കളെ അതൊക്കെ ലഭ്യമാവുക? ഏത് പ്രതിസന്ധിയുടെ നെരുപ്പോടിൽ നമ്മൾ ഇങ്ങനെ ഞെരിഞ്ഞമരുമ്പോഴും ആ വിശുദ്ധമായ ഗ്രന്ഥത്തെ ഊടുവെടുത്ത് സമീപിച്ച് അതിന്റെ ആശയങ്ങളൊന്നിങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന നിലക്ക് അതൊന്ന് പഠിക്കാൻ തയ്യാറായി നോക്കൂ. സമാധാനം ഉറപ്പ്. ഇതെന്റെ ഉറപ്പല്ല, ആ ഖുർആൻ ഇറക്കിയ നാഥന്റെ ഉറപ്പ്. അലാ, അറിയണേ ജനങ്ങളെ, വിധിക്കില്ല അള്ളാഹിനെ കുറിച്ചുള്ള ശരിയായ ചിന്ത ഒന്നുകൊണ്ട് മാത്രമേ ഹൃദയങ്ങൾക്ക് അടക്കം കിട്ടുകയുള്ളൂ. ആ അടക്കത്തിന് ആശ്വാസത്തിന് നിമിത്തമാകുന്ന ഈ ഗ്രന്ഥത്തോട് വിട പറയരുത്. അതുകൊണ്ട് കൃത്യമായി എല്ലാ ഫിത്നകളെക്കുറിച്ചും ജാഗരൂകരായിട്ടിരിക്കണം. ഫിത്നകൾ വരാതെ നോക്കണം, ഫിത്നകളിൽ അകപ്പെടാതെ നോക്കണം. അതിനുള്ള ആയുധം ശർഈയായ അറിവ് ആർജിക്കൽ തന്നെയാണ്. ആ ശർഈയായ അറിവിനോട് പുറംതിരിഞ്ഞു നിന്നാൽ ഏത് ഫിത്നക്കാർക്കും നമ്മെ ഫിത്നയിൽ ചാടിക്കാൻ നിഷ്പ്രയാസം സാധിക്കും. അതേ അവസരത്തിൽ നമ്മുടെ കയ്യിൽ ഭദ്രമായ ശക്തമായ ആയുധമുണ്ടോ, ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇസ്ലാമികമായി ഫിത്നകളിൽ അകപ്പെടാതെ അല്ലാഹുവിന്റെ കാവലുണ്ടാകാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. ഐഹികമായി ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആഖിറത്തെ മറന്നുപോകുന്ന ദുരന്തം ഫിത്ന, അതിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ശഹ്വത്തിന്റെയും ശുബ്ഹത്തിന്റെയും മറ്റുള്ള എല്ലാ ഫിത്നകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകളെല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് അല്ലാഹു ഏറ്റവും നല്ല സന്തോഷമുള്ള അന്ത്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറിടം അല്ലാഹു സന്തോഷത്തിന്റെ സ്വർഗ്ഗത്തോപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും സന്തോഷത്തോടെ അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏത് പരിതസ്ഥിതിയിലും സന്ദർഭത്തിലും അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ ഒരുപോലെ അല്ലാഹുവിന്റെ കൽപ്പനകൾ മാനിച്ച് ജീവിക്കാൻ സൗഭാഗ്യം സിദ്ധിക്കുന്ന മഹാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അത് രണ്ടും വേറെ വേറെ റൂട്ടിലാക്കി നടക്കുന്ന മുനാഫിഖീങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله.